ഹായ്, എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അരിപ്പൊടി കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിടിലൻ പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് 1 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഗോതമ്പ് പൊടിയാണ്. അത് 1/2 കപ്പോളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേ കറിവേപ്പിലും അതേപോലെ തന്നെ മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന ആ കറിവേപ്പിലും മല്ലിയിലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1.5 ടീസ്പൂണോളം ചതച്ച മുളകാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടായാലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ കുട്ടികളുള്ളതുകൊണ്ട് നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 5 ടീസ്പൂണോളം തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ട തൈരാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ സോഡാപ്പൊടി എന്ന് പറയില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ഇതിലേക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഇഞ്ചി. അപ്പോൾ 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതെന്തായാലും മറന്നു പോകരുത്. ഞാൻ ആക്ച്വലി മറന്നുപോയി, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു ഫോക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പൂണോ അല്ലെങ്കിൽ കയ്യോ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളെല്ലാം കൂടെ കുഴച്ചെടുത്തപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ലൂസ് കൺസിസ്റ്റൻസി വേണ്ടേ. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂറോളം ഇത് ഇങ്ങനെ മൂടി വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അതിന് ശേഷം നമുക്കിത് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 1/2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു മാവിൻ്റെ പരുവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇരിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. എണ്ണ നല്ല ചൂടാകുമ്പോഴത്തേക്കും നമുക്കൊരു തവി ഇതിലേക്ക് ഈ മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡും നന്നായിട്ടൊന്ന് വേവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ 2 സൈഡും ഇതേപോലെ മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മൾ എല്ലാം ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും. അതേപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കായാലും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു സ്നാക്കാണ്. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താങ്ക്